ഉള്ളൊരു കുറേ രോഗങ്ങളുണ്ട് വൃക്കയ്ക്ക് വരുന്ന അതും 3D ലാപ്രോസ്കോപ്പിയിൽ നമുക്ക് വൃക്കയെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പെൽവി യൂറിറ്ററി ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ, അത് വൃക്കയിൽ നിന്ന് നമ്മൾ യൂറിറ്റർ എന്ന ട്യൂബിലേക്ക് കറന്ന ആ ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ട് അത് ജന്മന ഉണ്ടാവുന്നതാണ്. കുറേ കുട്ടികൾക്ക് നമുക്ക് ആൻറ്റിനാറ്റൽ സ്കാനിൽ തന്നെ മനസ്സിലാവും. അങ്ങനത്തുള്ള വൃക്കയ്ക്കുള്ള ജനിച്ചു കഴിഞ്ഞ ശേഷം ആ റിപ്പയർ, ആ തടസ്സം, ആ മെക്കാനിക്കൽ ബ്ലോക്ക് 3D ലാപ്രോസ്കോപ്പി കൂടെ ചെറിയൊരു 5 mm ഇൻസിഷൻ കൂടെ പോയിട്ട് ആ തടസ്സമാക്കി ട്യൂബ് നേരാവണ്ണം ആക്കാൻ പറ്റും. വൃക്കയുടെ പ്രവർത്തനം നമുക്ക് നോർമൽ ആക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വൃക്കയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് യൂറിറ്ററിൽ വലിയ സ്റ്റോൺസ് അല്ലെ യൂറിട്രിക് ട്യൂമർസ്, അങ്ങനത്തെ ഉള്ള അസുഖങ്ങളെല്ലാം നമുക്ക് 3D ലാപ്രോസ്കോപ്പിലൂടെ അപ്രോച്ച് ചെയ്യും. നമുക്ക് സ്റ്റോൺസ് ആണെങ്കിൽ സ്റ്റോൺസ് നീക്കം ചെയ്യാം, എന്നിട്ട് റിപ്പയർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ട്യൂമർ ആണെങ്കിൽ അതെടുത്ത് ട്യൂമർ നമുക്ക് മാർജിനായിട്ട് നെഗറ്റീവായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ട്യൂബ് യോജിപ്പിച്ച് നമുക്ക് വൃക്ക നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇനി തിരിച്ച് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ വൃക്കയുടെ ട്യൂബ്, യൂറിറ്റർ എന്ന് പറഞ്ഞ ട്യൂബ് ബ്ലാഡറിലേക്ക് കയറുന്നു. അതിൽ ഒരുപാട് അസുഖങ്ങൾ വരാം. പ്രത്യേകിച്ചും ഇത് ജന്മനാൽ കിട്ടുന്ന അസുഖങ്ങളാണ്. ഒരു പ്രത്യേക സ്ത്രീകൾ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് അസുഖമാണ് വെസൈക്കൽ യൂറിട്രിക് റിഫ്ലക്സ്. അതായത് മൂത്രസഞ്ചിയിൽ നിന്ന് തിരിച്ച് യൂറിറ്ററിലേക്ക് കയറിയിട്ട് കിഡ്നിയെ നശിപ്പിക്കുന്നത്, തിരിച്ച് കയറാൻ മൂത്രം. അങ്ങനത്തെ അസുഖം നമുക്ക് യൂറിട്രിക് റീഇംപ്ലാന്റേഷൻ ലാപ്രോസ്കോപ്പി വെച്ച് നമുക്ക് ചെയ്യാം. അതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ട് വലിയ ഇൻസിഷൻ ഇട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം വളരെ 3 mm 5 mm ഇൻസിഷൻ പേഷ്യൻസിന് അറിയത്ത് പോലില്ല, വേദന പോലും ഉണ്ടാകാം. നമുക്ക് ആ ട്യൂബ് മാറ്റി വെക്കാം, റീ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. പിന്നെ അത് വരുന്ന താഴോട്ട് വരികയാണെങ്കിൽ മൂത്രസഞ്ചിക്ക് ബാധിക്കുന്ന ക്യാൻസർ സംശയം, ചില സമയം നമുക്കത് റാഡിക്കൽ സിസ്റ്റക്ടമി ചെയ്യേണ്ടി വരും. ഇനീഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് ബ്ലാഡർ എൻഡോസ്കോപ്പിക് സർജറിയിൽ ലേസർ വെച്ച് നമുക്ക് ബ്ലാഡർ ട്യൂമർ എല്ലാം എടുത്ത് കളയാം. ഇപ്പം വളരെയധികം ട്യൂമർ പുറമേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മൂത്രസഞ്ചി എടുത്ത് നമുക്കൊരു പുതിയ മൂത്രസഞ്ചി കുടൽ കൊണ്ട് ഉണ്ടാക്കി വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 3D ലാപ്രോസ്കോപ്പി ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ കേടുപാട് വന്ന ബ്ലാഡർ, ആ ക്യാൻസർ വന്ന ബ്ലാഡറും അതിന് ചുറ്റുമുള്ള ലിംഫ് നോഡ്സ് എന്ന് പറയും, അതും നമുക്ക് ലാപ്രോസ്കോപ്പികൾ നീക്കം ചെയ്യുകയും മാത്രമല്ല അതിനുശേഷം നമുക്കൊരു ചെറിയൊരു ഇൻസിഷനിലൂടെ നമുക്ക് പുതിയൊരു ബ്ലാഡർ കുടലുകൊണ്ട് ഉണ്ടാക്കി വെക്കാനും പറ്റും. ഇത്രയും മേജർ ശസ്ത്രക്രിയ കഴിഞ്ഞാലും രോഗി നമുക്ക് 5-6 ദിവസം കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റും. ഇത് ഒരു 3D ലാപ്രോസ്കോപ്പികളുണ്ട്. ആ പെൽവിക് ഡിസെക്ഷൻസും ഇതും ആക്യുറേറ്റ് ആയതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്.